യേശുവിൻ്റെ അനുയായ വൃന്ദത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന അംഗങ്ങളിൽ ഒരുവളും യേശു നയിച്ച പ്രസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ത്രീ സഹചാരിയിൽ സർവ്വപ്രധാനിയുമായിരുന്നു മഗ്ദല മറിയം. ഗലീല കടലിൻ്റെ പടിഞ്ഞാറ് കരയിലെ ഒരു വലിയ പട്ടണമായിരുന്നു മഗ്ദല, അതായത് സ്വദേശം. യേശുവിൻ്റെ ഉറ്റ സുഹൃത്തായിരുന്ന അവളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അന്ത്യദിനങ്ങളുടെയും പുനരുദ്ധാനത്തിൻ്റെയും സുവിശേഷ ജ്ഞാനങ്ങളിൽ ഹ്രസ്വമെങ്കിലും കാതലായ പരാമർശങ്ങൾ കാണാം. പുതിയ നിയമത്തിലെ 4 കാനൂനിക സുവിശേഷങ്ങളിലും മഗ്ദല മറിയം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. യേശുവിൻ്റെ കുരിശുമരണവും ദേഹസംസ്കാരവുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങളിൽ കുരിശിൻ ചൂട്ടിലും കല്ലറയിലും അവളെ കാണാം. പുനരുദ്ധാനത്തിൻ്റെ ആദ്യ സാക്ഷിയായും സുശേഷകന്മാരായ മത്തായും യോഹന്നാനും അവളെ അവതരിപ്പിക്കുന്നു. മഗ്ദല മറിയം ഒരു വേശ്യയായിരുന്നുവെന്നും യേശുവിന് തൈലാഭിഷേകം ചെയ്ത ഭക്തസ്ത്രീയും മരണത്തിൽ നിന്ന് യേശു ഉയർപ്പിച്ച ലാസറിന്റെ സഹോദരി ബേഥാനിയിലെ മറിയവും അവളായിരുന്നുവെന്നും മറ്റുള്ള പിൽക്കാലത്തെ സാമാന്യ സങ്കല്പങ്ങൾക്ക് സുവിശേഷങ്ങളിൽ തെളിവൊന്നുമില്ല. യേശു മഗ്ദലയിൽ നിന്ന് 7 ദുരാത്മാക്കളെ പുറത്താക്കിയതായി ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. ക്രിസ്തീയതയുടെ ആദിമ നൂറ്റാണ്ടിൽ ജ്ഞാനവാദ പാരമ്പര്യത്തിലും മറ്റുമായി പെടുന്ന പല അകാനോയ സുവിശേഷങ്ങളിലും ഇതര രചനകളിലും മഗ്ദല പരാമർശിക്കപ്പെടുന്നുണ്ട്. മറിയത്തിൻ്റെ സുവിശേഷം എന്ന 2-ാം നൂറ്റാണ്ടിലെ അകാനോനിക രചനയിൽ മഗ്ദല മറിയം പ്രാധാന്യത്തോടെ പ്രത്യക്ഷപ്പെടുന്ന ഒരു ജ്ഞാനവാദ ലിഖിതമാണ്. കത്തോലിക്ക, ഓർത്തഡോക്സ്, ആംഗ്ലിക്കൻ, ലൂതറൻ ക്രിസ്തീയതകൾ മഗ്ദല മറിയത്തെ വിശുദ്ധയായി കണക്കാക്കി ജൂലൈ 22-ന് അവളുടെ തിരുനാൾ ആചരിക്കുന്നു.